ഇന്നത്തെ വീഡിയോയിൽ ലോ ഓഫ് പ്രോഗ്രസ് ബാർ എന്താണ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് എന്ന മേഖലയിൽ പല നിയമങ്ങളുണ്ട്. നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സൽ ലോസ് എന്ന പേരിൽ യൂട്യൂബിലോ ബുക്കിലോ ആർട്ടിക്കിൾസിലോ ഒക്കെ എന്തായാലും വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങൾ ഓൾറെഡി കേട്ട് പരിചയമുള്ള നിയമങ്ങളല്ല. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന, അതായത് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ് ക്വാണ്ടം ഫിസിക്സ് എന്നതിൻ്റെ നിയമങ്ങൾ. അതിലെ 2 നിയമങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ലോ ഓഫ് വൈബ്രേഷനും ലോ ഓഫ് ന്യൂട്രൽ വൈബ്രേഷനും. ഇന്നത്തെ വീഡിയോയിൽ 3ാമത്തെ നിയമമായ ലോ ഓഫ് പ്രോഗ്രസ് ബാർ എന്താണ് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്, പ്രകൃതിയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് നമ്മൾ. മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും എന്തായാലും എല്ലാം പ്രകൃതിയുടെ കൺട്രോൾ ജീവിക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ അതിന് ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് അല്ല. സോ പ്രകൃതിയുടെ നിയമങ്ങൾ എന്താണോ അത് നമ്മളെല്ലാവരും അനുസരിച്ചേ പറ്റൂ. ഓക്കെ, നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ, അവിടെ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു സിറ്റിസൺ അല്ലേ, ഒരു പൗരനായിട്ടിരിക്കുമ്പോൾ ആ ഗവൺമെൻറ് എന്ത് നിയമങ്ങൾ കൊണ്ടുവരുന്നു അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾക്കതിൻ്റെ കടമയുണ്ട്. അതേപോലെ പ്രകൃതി തന്ന ഈ ഭൂമിയിൽ, പ്രകൃതി തന്ന ഒരു ശരീരമായിട്ട് അതിൻ്റെ മനസ്സോടെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കടമ, ബാധ്യത നമ്മൾക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ? നിങ്ങൾക്ക് ചില നിയമങ്ങൾ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. തെറ്റിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പണിയും കിട്ടും, അത് വേറെ കാര്യം അല്ലേ. ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ പ്രകൃതി അതിനേക്കാളും വലിയ പൊസിഷനിലുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ റൂള് ധിക്കരിച്ച് കഴിഞ്ഞാൽ ജീവിതം കുളമായിരിക്കും. ഇപ്പോൾ ഈ കൺട്രിയിൽ ഇപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിയമങ്ങൾ 1-2 നിങ്ങൾ തെറ്റിച്ചു, ചെറിയ നിയമങ്ങൾ തെറ്റിച്ചു, മാക്സിമം സമയത്തും പലരും അറിയാൻ പോകുന്നില്ല. വലിയ കുറ്റങ്ങളാണെങ്കിൽ എന്തായാലും പെടും. അല്ല, ചെറിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരും അറിയാനോ ഈവൻ അവർ പോലും അത്ര കാര്യമായിട്ട് എടുക്കാനോ പോകുന്നില്ല. പക്ഷെ പ്രകൃതിയുടെ നിയമങ്ങൾ അങ്ങനെയല്ല. ചെറുതോ വലുതോ എല്ലാത്തിനും ഒരു നിയമമുണ്ട്. അങ്ങനെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ഏത് രീതിയിൽ അവരുടെ ഭൗതിക ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവണമെന്ന് നിയന്ത്രിക്കുന്ന പല നിയമങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിൽ പറഞ്ഞ നിയമം. അതിൽ 3ാമത്തേതും ഏറ്റവും പ്രധാനമായതാണ് ലോ ഓഫ് പ്രോഗ്രസ് ബാർ. ഈ നിയമം എന്താണ് അറിയണതിന് മുൻപ് എന്താണ് പ്രോഗ്രസ് ബാർ എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ പണ്ടത്തെ ഒരു നോക്കിയ മൊബൈലൊന്നും എടുത്ത് നോക്കുക, പലർക്കും നല്ല ഓർമ്മയുണ്ടാവും. ആ മൊബൈലിൽ ചാർജ് ചെയ്യുമ്പോൾ മേലെ ബാറ്ററി ഉണ്ട് അല്ലേ. ആ ബാറ്ററിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതെല്ലാം ബാറുകളായിരിക്കും. 3-4 ബാറുകൾ ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ വേർഷൻ അനുസരിച്ച് ചിലപ്പോൾ 4-5 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഫോണൊക്കെ ആയതുകൊണ്ട് 3-4 ചിലപ്പോഴൊക്കെ 5 മണിക്കൂറെടുത്തൊക്കെയാണ് ചാർജേ ഇല്ലാത്ത ഫോൺ ഫുൾ ചാർജ് ആവുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പറയുന്ന രീതിയുണ്ട് അല്ലേ. എത്ര കട്ടയായി എന്ന് ചോദിക്കും. ബാർ എന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര ബാറുകളായി ചോദിക്കും. ചാർജ് ആയോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ 100% ആയോ എന്നല്ല ചോദിക്കുക. അന്നത്തെ സ്റ്റൈലിൽ എത്ര ബാറുകളായി ചോദിക്കും അല്ലേ, എത്ര കട്ടികളായി ചോദിക്കും. ടോട്ടൽ 5 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 3 എണ്ണമോ 4 എണ്ണമോ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവരും അതിനെ അൺപ്ലഗ് ചെയ്തിട്ട് ഉപയോഗിക്കും. ഈ ഒരു ചാർജ് 1, 2, 3 ആഴ്ച വരെ പണ്ടത്തെ മൊബൈലുകൾ നമുക്ക് നിൽക്കും. ഒരാഴ്ച ഏറ്റവും ചുരുങ്ങിയത് നിൽക്കും. 2 ആഴ്ചയൊക്കെ അത്യാവശ്യം കുറഞ്ഞ യൂസ് ഉള്ളവർക്ക് നിൽക്കും. സോ ഇതാണ് ആ ബാറുകളാണ്, ആ കട്ടകളിലാണ് നമ്മൾ ബാർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു ബാർ. സോ പ്രോഗ്രസ് ബാർ, ഈ ബാറ്ററി അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. നമ്മൾ ചാർജ് ചെയ്യും തോറും ഒരു ബാറും ഇല്ലാതെ എം ടി ആയിട്ട് കിടക്കുന്ന ബാറ്ററി 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഘട്ടങ്ങൾ ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിൽ ഓരോ ബാറുകൾ കൂടി വരും. നിങ്ങൾ ഏതെങ്കിലും ഫോണിൽ കണ്ടിട്ടുണ്ടോ ആദ്യം ഏറ്റവും മേലത്തെ ബാറ് വന്നിട്ട് പിന്നെ താഴോട്ട് വരുന്നത്? അല്ല, താഴന്ന് മേലോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതാണ് പ്രോഗ്രസ് ബാർ. എപ്പോഴും അത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മേലോട്ടേക്കാണ് പോകുന്നത്. 0-ൽ നിന്ന് ആരംഭിച്ച് 100%ലേക്കാണ് പോകുന്നത്. അല്ലാതെ 100-ൽ നിന്ന് 0-ലേക്കല്ല അത് വരുന്നത്. താഴന്ന് മേലോട്ട് ABCDEF 1 2 3 4 5 ഒരിക്കലും തലതിരിച്ചല്ല സംഭവിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ റിസൾട്ട്, അതായത് ആ മാനിഫെസ്റ്റേഷൻ
കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക, എങ്ങനെയായിരിക്കും ജീവിതം, അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത്. നിങ്ങൾ തുടക്കം തന്നെ 100% ആണ് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അതെങ്ങനെ സാധിക്കുക? ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഡിസയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടത്? 1% ചാർജ് ആവുന്ന പോലെ തന്നെയാണ് ആദ്യത്തെ ബാർ അല്ലേ? 1%, ദെൻ 2%, 3%, 4%, അങ്ങനെയാണ് പണി കഴിയുക. നമ്മളൊരു വലിയ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ പോലും ആരെങ്കിലും ആദ്യം മേലത്തെ റൂഫ് കെട്ടിയിട്ട് താഴോട്ട് വരുമോ? ആരെങ്കിലും ആദ്യം മുകളിലത്തെ കെട്ടിയിട്ട് താഴെ അസ്ഥിവാരം കെട്ടാൻ പോവോ? ഇല്ല. ആദ്യം ബേസ് റെഡി ആയിരിക്കണം, എന്നിട്ട് വേണം മേലെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ആ ബിൽഡിംഗ് നമ്മൾ കെട്ടി പൊക്കാൻ. സോ ദാറ്റ് ഈസ് പ്രോഗ്രസ് ബാർ. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഘട്ടങ്ങളായിരിക്കണം, കറക്റ്റ് ലോജിക്കലായിരിക്കണം, മാത്തമാറ്റിക്കലി അക്യുറേറ്റ് ആയിരിക്കണം. 1, 2, 3, 4, 5 അല്ലാതെ 10, 9, 8, 7, 6 അല്ല. അതുകൊണ്ടാണ് മെയിൻ സ്ട്രീമിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ കോൺസെപ്റ്റുകൾ മുഴുവനും തെറ്റാണെന്ന് പറയുന്നത്. നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഫൈനൽ ഡിസയർ വിഷ്വലൈസ് ചെയ്യൂ. വാട്ട് ഈസ് ദ യൂസ്? ഒന്നാമത് നമ്മൾ വിഷ്വലൈസേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, അത് മനസ്സിൻ്റെ ഒരു ആക്ടിവിറ്റി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾക്കൊരു മലയും മറിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എൻ്റെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ദർ ഇസ് നോ യൂസ്. അടുത്ത സ്റ്റെപ്പാണ് കയ്യിലേക്ക് വരേണ്ടത്. സോ അതാണ് ലോ ഓഫ് പ്രോഗ്രസ് ബാർ പറയുന്നത്. ദാറ്റ് നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്ത് ടെക്നിക്കോ ചെയ്തോളൂ, പക്ഷേ എപ്പോഴും മനസ്സിലൊരു കാര്യം വേണം, ഇത് പ്രോഗ്രസ് ആയിട്ടാണ് പോകുന്നത്, ഘട്ടങ്ങളായിട്ടാണ് പോകുന്നത്. ഒരിക്കലും എൻഡ് റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കില്ല. ചാർജ് ആകുമ്പോൾ ആദ്യം ഏത് ബാറാ ചാർജ് ആവുക? ഒന്നാമത്തെ ബാർ. 1, 2, 3, 4, 5. ഒരിക്കലും 5 അല്ല ആദ്യം വരിക. ഇനി ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ആവും? ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഏറ്റവും റിലേറ്റബിളായ എക്സ്പീരിയൻസ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, നല്ല സാലറിയുള്ള ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ, ഇപ്പോൾ നമ്മൾ ചാനലിലും പല ടെക്നിക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തോ ആയിക്കോട്ടെ, അത് കാണാത്തവർ ആ വീഡിയോസ് ഒന്ന് കാണാം. അപ്പോൾ ആ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരിക്കലും നിങ്ങളിപ്പോൾ മനസ്സിൽ 50,000 സാലറി തരുന്ന ഒരു ഗവൺമെൻറ് ജോലിയാണ് മനസ്സിൽ വിചാരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് ഒരിക്കലും ആദ്യം ആ ജോലി മടിയിൽ കൊണ്ട് തരില്ല. പ്രോഗ്രസ് ബാർ എന്ന നിയമപ്രകാരം ആദ്യം നിങ്ങൾക്ക് ആ ജോലിയുടെ സ്കിൽ നിങ്ങൾക്കില്ലെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജോലിയോ ഒരു സ്കൂളോ ഒരു ട്രെയിനിങ് സിസ്റ്റത്തിലോ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾ പോയി പെടുക. ഇതൊന്നും നിങ്ങളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡിസയർ ജെന്യുവൻ ആണെങ്കിൽ, നിങ്ങൾ അതിനോട് കണക്റ്റഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഫോക്കസ് ആ ഡിസയറോട് 1 പോയിൻറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ എന്തായാലും വിത്തിൻ എ ഫ്യൂ വീക്സ് ഒരു ജോലിയിൽ പോയി പെടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതല്ലല്ലോ ദൈവമേ ഞാൻ ചോദിച്ചത്, ഞാൻ ഈ ജോലിയാണോ ചോദിച്ചത്, ഇതിന് സാലറിയും പോരാ, ഞാൻ ഒരുപാട് കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടതിന് ഈക്വലായിട്ടുള്ള ഒരു പൈസ കിട്ടുമോ അതുമില്ല, വർക്ക് പ്ലേസ് ആണെങ്കിൽ വളരെ ടോക്സിക് ആണ്, ഞാൻ ഇതാണോ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കിയത്, എനിക്കെന്തിനാണ് യൂണിവേഴ്സ് ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങും. പക്ഷേ ലോ ഓഫ് പ്രോഗ്രസ് ബാർ പ്രകാരം നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഡിസയർ കയ്യിൽ വരില്ല. 1, 2, 3, 4, 5 സ്റ്റെപ്പ് വൈസ് പോവുക. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി, അതിന് വേണ്ട ഒരു സ്ട്രെങ്ത് ഉണ്ടാവും അല്ലേ, ഒരു മനക്കരുത്ത്, അതും അതിന് വേണ്ട അറിവും അതിന് വേണ്ട അനുഭവവും അതിന് വേണ്ട കപ്പാസിറ്റി, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയുള്ള കപ്പാസിറ്റിയും കിട്ടാനുള്ള ഒരു പാതയാണ് ആദ്യം വരിക. ആദ്യം നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഈ വിത്ത് വളർന്ന് ഒരു മരമാകാൻ ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻ കൊടുക്കണം അല്ലേ. ആ പ്രിപ്പറേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുക. നിങ്ങളുടെ ലൈഫിലൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു, അതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി പെട്ടിട്ടുണ്ട് അല്ലേ. ജോലി വേണം പറഞ്ഞു, കിട്ടി, പക്ഷെ അത് വളരെ മോശമായിരിക്കും. റിലേഷൻഷിപ്പ് വേണം പറഞ്ഞു, കിട്ടി, പക്ഷെ അത് മുഴുവൻ ടോക്സിക് ആയിരിക്കും. നിങ്ങൾക്ക് പൈസ വേണം പറഞ്ഞു, കിട്ടി, അത് വളരെ ചെറിയൊരു സംഖ്യയായിരിക്കും. എന്തുകൊണ്ട്? ലോ ഓഫ് പ്രോഗ്രസ് ബാർ. ഒരിക്കലും ഒറ്റയടിക്ക് നിങ്ങൾ ആ എൻഡ് റിസൾട്ട് പോയി എത്തില്ല, പ്രോഗ്രസീവായിട്ട് മാത്രമേ എത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചോദിച്ച ഡിസയർ
പ്രകാരം തരുന്നത് ഒരു പ്രിപ്പറേറ്ററി മാത്രമായിരിക്കും. നിങ്ങളുടെ ഡിസയറിന് വേണ്ടി നിങ്ങളെ തയ്യാറാക്കുന്ന ഒരു സിസ്റ്റം മാത്രമായിരിക്കും ആദ്യം കയ്യിൽ വരിക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യമായി കിട്ടുന്ന ജോലി അത്രയും വേഴ്സായിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും ടോക്സിക്കായി മാറുന്നത്. അല്ലാതെ നിങ്ങളോട് യൂണിവേഴ്സ് ശപിക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ മേൽ ദേഷ്യമുള്ളത് കൊണ്ടല്ല. നിങ്ങളൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു. ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന്, റെയറാണ്. എന്തുകൊണ്ടാണ് റെയറായത്? വളരെ ആരോഗ്യമുള്ളവരാണ് രണ്ടുപേരും. മെൻ്റലി ഇമോഷണലി രണ്ടുപേരും ഹെൽത്തിയാണ്. അവർക്ക് ഇമോഷണൽ ഡ്രാമയില്ല, അവർക്ക് ടോക്സിസിറ്റി ഇല്ല. അവർ വേണം വെച്ച് കമ്പൈനായിട്ട് വരുന്ന കമ്മിറ്റ്മെൻറ്റോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഡ്രാമയില്ല, അത്യാഗ്രഹമില്ല, അഹങ്കാരമില്ല, അല്ലെങ്കിൽ ഷോ ഓഫ്, മറ്റുള്ളവരുടെ മേലെ ഒരു ഷോ ഓഫ് കാണിക്കണം എന്നില്ല. അവർക്ക് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അവരവരുടെ സ്വന്തം ജീവിതം സമാധാനത്തോടെ ഇഷ്ടത്തോടെ ജീവിക്കുന്നു. ഇതാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ അതൊരു നമ്മൾ പറയില്ല, ഒരു അടിച്ച് പൊളിച്ച് നടക്കുന്ന ഒരു മസാല സിനിമയല്ല അത്. ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ എത്താൻ നിങ്ങളാദ്യം ഹെൽത്തി ആവണ്ടേ? നിങ്ങളുടെ മനസ്സും ഇമോഷൻസും ഹെൽത്തി അല്ലെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ വേണമെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നു, ഒറ്റയടിക്ക് ചാടണ്ട, തരാം, ആവേശം കാണിക്കില്ലേ, തരാം. പക്ഷേ ആദ്യം നീ ചോദിച്ചതിന് ഈക്വലായി നീ മാറും. നീ ഒരു കാര്യം വേണമെന്ന് ചോദിച്ചൊരു ഡിസയർ, ആ ഡിസയറിനൊരു അടിപൊളി വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ നിനക്കുണ്ടോ? ഇല്ല. അപ്പോൾ അത് പ്രിപ്പയർ ആവ്, അതിനു വേണ്ടി റെഡി ആവൂ. അതാണ് ലോ ഓഫ് പ്രോഗ്രസ് ബാർ. അതിനുവേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഘട്ടങ്ങളായിട്ട് നീ വളരെ അങ്ങോട്ടേക്ക് എത്ത്. ആ പാതയിൽ ഇൻകംപ്ലീറ്റ് ആയ, നിങ്ങൾക്ക് തൃപ്തി തരാത്ത, എന്നാൽ നിങ്ങൾ ചോദിച്ച ഡിസയറുമായിട്ട് മാച്ചുള്ള സംഭവങ്ങളാണ് അയച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കൂ. ഇപ്പം മനസ്സിലായോ എന്തിനാണ് അത്രയും? നിങ്ങളൊരു മര്യാദയ്ക്ക് റിലേഷൻഷിപ്പ് ചോദിച്ചു, വന്നത് മുഴുവൻ ടോക്സിക് ആയിരിക്കും. ഓക്കെ, നിങ്ങളൊരു ജോലി ചോദിച്ചു, 1, 2, 3 കിട്ടി, പക്ഷെ നിങ്ങൾ ചോദിച്ചതായിട്ട് അങ്ങ് കറക്റ്റായിട്ട് എത്തുന്നില്ല. ഇനി മറ്റൊരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്കൊരു ജോലി കിട്ടി, അത് വളരെ മോശമായിരുന്നു, സാലറി മോശമായിരുന്നു. നിങ്ങളത് ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ നിങ്ങളുടെ ഡിസയർ ഫോക്കസ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ഒരു ജോലി കിട്ടി, അതിൻ്റെ സിറ്റുവേഷൻ കുറച്ചുകൂടെ ബെറ്ററാണ്, സാലറിയും ബെറ്ററാണ്, പക്ഷേ നിങ്ങൾ ചോദിച്ച ലെവലിൽ എത്തിയിട്ടില്ല. അതും നിങ്ങൾ ഉപേക്ഷിച്ചു. പിന്നെയും നിങ്ങളുടെ ഫോക്കസ് കൂട്ടി. യൂണിവേഴ്സ് നിങ്ങൾക്ക് മൂന്നാമത്തെ ചാൻസ് തരുന്നു. അവിടെ പിന്നെയും ജോലി എത്രയോ ബെറ്ററായിരിക്കും, സാലറിയും നല്ലോണം ബെറ്ററായിരിക്കും, പക്ഷെ അപ്പോഴും നിങ്ങൾ ചോദിച്ച ജോലിയിലല്ല ഇരുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് മടുക്കില്ലേ? ഞാനിത് ഒരു എക്സാമ്പിൾ മാത്രമുണ്ടോ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളായിട്ട് ഈ പറയുന്നതൊന്ന് മാച്ച് ചെയ്ത് വായിച്ച് നോക്കുക, നന്നായിട്ട് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കിത് എന്തായാലും ഐ എം ഷുവർ എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അപ്പോഴൊക്കെ നിങ്ങളെന്താ ആലോചിക്കുക, ഇതെന്താ ഞാൻ ചോദിച്ചത് തരാത്തേ? ഓക്കെ, ഇപ്പം കിട്ടിയില്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഐഡിയ കിട്ടി, എന്താണ് ഇത് വെച്ച് ചെയ്യേണ്ടത്? പ്രോഗ്രസ് ബാർ എന്താണെന്ന് മനസ്സിലായി, ആ ലോ എന്താണെന്ന് മനസ്സിലായി, അതെങ്ങനെ വർക്കാകുന്നു എന്ന് മനസ്സിലായി, എനർജി പ്രകാരം എങ്ങനെ അത് വർക്കാവുന്നു മനസ്സിലായി. ഇനി ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ യൂണിവേഴ്സിനെ കുറ്റം പറയുന്നത് നിർത്തുക. അതുപോലെ നിങ്ങളെയും ബ്ലെയിം ചെയ്യുന്നത് നിർത്തുക. ആദ്യത്തെ കാര്യം എന്താ ചോദിച്ചാൽ, നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ ശത്രുവാണെന്ന് കരുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ നിയമത്തെ ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രോഗ്രസ് ബാർ എന്ന് പറഞ്ഞാൽ, നീ എന്തായാലും ഇപ്പം നിൻ്റെ ഗോള് 7ാമത്തെ ലെവലിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക, 7ാമത്തെ സ്റ്റെപ്പിലാണ് നീ ആഗ്രഹിച്ച ഫൈനൽ ഗോൾ ഉള്ളതെന്ന് വിചാരിക്കുക. അതിനർത്ഥം ഇൻഡയറക്റ്റ്ലി യൂണിവേഴ്സ് പറയുന്നത് ഒരു 6 നീ ഇൻകംപ്ലീറ്റിലൂടെ പോയിരിക്കണം. അതിൽ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ വളരെ മോശമായിരിക്കും, വളരെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും അത് മറികടന്ന് പുറത്തോട്ട് വരാൻ. അതിന് നിനക്ക് സമ്മതമാണോ എങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് യൂണിവേഴ്സിൻ്റെ എഗ്രിമെൻറ്റ്. പക്ഷേ എഗ്രിമെൻറ്റ് വായിച്ച് നോക്കാതെ നിങ്ങൾ എന്ത് പറയും? എനിക്കൊന്നും അറിയണ്ട, എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണം, എനിക്ക് ആഗ്രഹം വേണം. യൂണിവേഴ്സ് ഓക്കെ ശരി, അവൻ അഗ്രിമെൻറ്റ് വായിച്ചു നോക്കിയില്ല, പക്ഷെ ഓക്കെ പറഞ്ഞു, ഓക്കെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, സൈൻ ഇട്ടല്ലോ, ഇനിയിപ്പോൾ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിൻ്റെ പണി തുടങ്ങും. ബട്ട് നിങ്ങളെന്താ ചെയ്യുക? ഞാനത് ബ്ലെയിം ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിക്കല്ല കേട്ടോ. ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിന് ഇൻവോൾവ് ആയിട്ട് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് കേട്ട് ട്രിഗർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് പോകുക. അത്രയും മനക്കരത്തില്ലെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ആൻഡ് ഗോ. മിസ്റ്റേക്സ് അംഗീകരിക്കാൻ ധൈര്യമില്ലെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ആൻഡ് ഗോ. ഓക്കെ, സോ
അപ്പം എന്താ വിചാരിക്കുക? യൂണിവേഴ്സ് എന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ വെറുതെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കംപ്ലൈൻറ്റ് ഇങ്ങനെ എനിക്ക് കുഴപ്പങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹെൽത്തി ചോദിച്ചാൽ എനിക്ക് ടോക്സിക് കൊണ്ടുതരുന്നു. എന്തിനാ തരുന്നേ? നിങ്ങളുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ആ ടോക്സിസിറ്റി ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ വളരെ ഹെൽത്തി ആയ റിലേഷൻഷിപ്പ് ചോദിക്കുന്നു, പക്ഷേ നിങ്ങൾ ഹെൽത്തി അല്ല. അപ്പോൾ ആദ്യം നിങ്ങളുടെ സ്വന്തം ഉള്ളിലുള്ള ടോക്സിസിറ്റി എത്ര മാത്രമെന്ന് കാണിച്ചു തരാൻ ഒരു ട്രയൽ അയച്ചു തരും. നിങ്ങളുടെ അതേ ടോക്സിസിറ്റി ഉള്ള, നിങ്ങളുടെ അതേ വൈബ്രേഷനുള്ള, നിങ്ങളുടെ അതേ നമ്മൾ പറയില്ല ഒരു ക്രേസിനെസ് ഉള്ള ഒരു പാർട്ട്ണറെ അയച്ചു തരും. അവർ പാർട്ട്ണർ ആവണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഫ്രണ്ട്, എനിബഡി ഇറ്റ് ക്യാൻ ബി. അവരെ അയച്ചു തരുന്നു. അവർ കാരണം നിങ്ങൾക്ക് ഒരുപാട് മനസ്സിനും ഇമോഷൻസിനും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ട്രിഗറുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കും. ചലഞ്ചസാണ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഒരാളെ അയച്ചിട്ടുണ്ട്, ആ ആൾ നിൻ്റെ സ്വന്തം മനസ്സിൻ്റെ വീക്ക്നെസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിന്നെ അതും ഇതും പറയുന്നു, നിന്നെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇമോഷണലി ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അതല്ല ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ നിൻ്റെ മനസ്സിൻ്റെ വീക്ക്നെസ് കാണിച്ചു തരുന്നില്ലേ? അവർ ഇമോഷണലി എന്തൊക്കെയോ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ നീ ബ്ലാക്ക് മെയിലായി പോകുന്നില്ലേ? നീ അതിന് അടിമയാകുന്നില്ലേ? നീ അതിന് വീണു പോകുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് നിനക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തരിക? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ ഹെൽത്തിയാണ്, നീ അൺഹെൽത്തിയാണ്. പ്രകൃതി നിയമത്തിൽ അത് വർക്കാവില്ല. ഒരിക്കലും നിനക്കത് സാധിക്കില്ല. സാധിക്കണമെങ്കിൽ നീ ആരോഗ്യമുള്ളവനായിരിക്കണം, നിൻ്റെ മനസ്സും സ്ട്രോങ് ആയിരിക്കണം, നിൻ്റെ ഇമോഷൻസും ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഹെൽത്തി ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ഓപ്പണായി പറഞ്ഞ ഒരു സൈക്കോനെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ആ സൈക്കോൻ്റെ ട്രിഗറുകളിൽ നിങ്ങൾ എന്ന് വീഴാതിരിക്കുന്നോ, എന്ന് ആ ബ്ലാക്ക് മെയിലും ആ ഇമോഷണൽ ഡിഫിക്കൽട്ടിയും ആ സ്ട്രെസ്സും ഒക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നോ, എന്ന് നിങ്ങൾക്കതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുന്നു, എന്ന് നിങ്ങൾക്കതിൽ നിന്ന് അഫക്റ്റ് ആവാതെ ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നമ്മൾ പറയില്ല ഒരു വിൽ പവറോടെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നോ, അന്ന് നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതോടെ തീരുന്നില്ല, രണ്ടാമത് വരും, മൂന്നാമത് വരും. ഇതാണ് ലോജിക്ക്. ഇത്രയേ ഉള്ളൂ. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാൽ അതിൽ ഇളകാതിരിക്കുക. നിങ്ങളുടെ ശക്തി, നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ ആ ശക്തി ഡെവലപ്പ് ചെയ്യുക. മെൻ്റലി ഇമോഷണലി സ്ട്രോങ് ആയി മാറുക. വെല്ലുവിളികൾ വരുന്നത് നിങ്ങളെ പ്രശ്നത്തിൽ കൊണ്ടിടാനല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയറിൻ്റെ പല പടികളിൽ ഒരു പടി മാത്രമാണ്. നിങ്ങളുടെ സ്വന്തം മനസ്സിൻ്റെ വീക്ക്നെസ്സാണ് കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ആ ചലഞ്ചിൻ്റെ ശക്തിയൊന്നുമല്ല നിങ്ങളവിടെ കാണുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ ബലമില്ലായ്മയാണ് മാത്രമാണ്. നിങ്ങളുടെ ഇതേ ചലഞ്ച് സൂപ്പറായി ഡീൽ ചെയ്യുന്ന എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട്. ഓക്കെ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചലഞ്ചസ് ഡീൽ ചെയ്യാൻ പറ്റാത്ത മനുഷ്യരുമുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ആ വെല്ലുവിളി എത്ര സ്ട്രോങ് ആണ് എന്നുള്ളതല്ല, നിങ്ങൾക്കത് എത്ര ഭംഗിയായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും, അതിലൂടെ നിങ്ങൾ എത്രത്തോളം ലെസൺസ് പഠിക്കും, നിങ്ങളുടെ മനസ്സ് എത്ര കാമായിരിക്കും, എത്ര സ്റ്റേബിൾ ആയിരിക്കും, അത് യൂണിവേഴ്സിനെ കണ്ടാൽ മതി. ദെൻ ആ ആളെ തനിയെ റിമൂവ് ചെയ്യും. നിങ്ങളായിട്ട് ആ പേഴ്സണെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ജോലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളെ മോശപ്പെട്ട ജോലിയിൽ കൊണ്ടിട്ടാൽ നിങ്ങൾ അവിടുത്തെ ബെസ്റ്റ് ചെയ്യുക. അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞു, ഈ സാലറി എനിക്ക് കുറവാണ്, കംപ്ലൈനിങ് അല്ല. ആ സ്ഥലത്ത് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. യൂണിവേഴ്സിനത് കാണും. അപ്പം മനസ്സിലാവും, ഓക്കെ അവൻ പഠിച്ചു, അവന് കാര്യം മനസ്സിലായി, നമ്മൾ എന്താണ് അവന് കൊടുക്കുന്നത് അവന് കാര്യം മനസ്സിലായി, ഓക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞ് അടുത്ത ജോലിക്ക് കൊണ്ടുപോകും. അവിടെ ബെസ്റ്റായി ചെയ്യൂ, അടുത്തയിലേക്ക് കൊണ്ടുപോകും, അവിടെ ഗംഭീരമായിട്ട് ചെയ്യൂ, നേരെ എടുത്ത് നിങ്ങളുടെ ഡിസയറിങ് ജോബ് എന്താണോ അവിടെ കൊണ്ടിടും. ഇതേ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഡിസയേഴ്സിൻ്റെയും കോമൺ ലോജിക്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യം, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സന്ദർഭം, അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ദ ബെസ്റ്റ് ചെയ്യുക. മെൻ്റലി, ഇമോഷണലി ആൻഡ് എനർജറ്റിക്കലി ഓൾസോ. അതായത് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ രീതിയിലും ബെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വൈബ്രേഷൻ നന്നായിട്ട് വർദ്ധിക്കും. അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലോ വൈബ്രേഷൻ നിങ്ങളെ താങ്ങി നിർത്താൻ സാധിക്കില്ല. എപ്പോഴും നിങ്ങളുടെ വൈബ്രേഷന് തുല്യമായ സാഹചര്യങ്ങളും ആൾക്കാരും മാത്രമേ ജീവിതത്തിൽ അട്രാക്റ്റ് ആവുള്ളൂ. നിങ്ങളുടെ വൈബ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രസ്സായി. 10% നിന്നും 20% എടുത്ത് ചാടി. പ്രോഗ്രസ് ബാർ, ബാറ്ററി ഒരു ബാറിൽ നിന്നും സെക്കൻഡ് ബാറിലേക്ക് കൂടി. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് താഴെ നിൽക്കുക?
ഒരിക്കലും നിൽക്കില്ല. ആ റിലേഷൻഷിപ്പ് തെറിക്കും, ആ ജോലി തെറിക്കും, നിങ്ങൾ അടുത്ത സിറ്റുവേഷൻ പോയി പെടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതന്നെയല്ലേ നിങ്ങൾക്ക് സംഭവിക്കുന്നത്? എല്ലാവർക്കും ചിലപ്പോൾ കടന്നുണ്ടാവില്ല, പക്ഷേ കടന്നവർ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണം, ബാക്കിയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവും. അവരപ്പോൾ ഒരിക്കലും എനിക്കിത് മറികടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചവരാണ്. പക്ഷെ അതിനെ നേരിടാൻ ആരംഭിച്ചപ്പോൾ ആ സിറ്റുവേഷൻ തനിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും. എന്നിട്ട് അടുത്ത കുറച്ചും കൂടെ ഫുള്ളി ചലഞ്ച് ഇല്ലാതാവുന്നില്ല, പക്ഷെ കുറച്ചുകൂടെ ബെറ്ററായ സിറ്റുവേഷൻ നിങ്ങൾ പോയി പെടും. ഇങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ രീതി. ഒരു വിത്ത് മണ്ണിൽ നിന്നും എങ്ങനെ വളർന്നു വലുതാകുന്നോ അതുപോലെ മാത്രമേ നിങ്ങളുടെ വൈബ്രേഷൻ ഘട്ടം ഘട്ടമായി ദ ലോ ഓഫ് പ്രോഗ്രസ് ബാർ പ്രോഗ്രസീവായി 1 2 3 4 എന്ന് പോകൂ. ആ ഓരോ ലെവലിനും മാച്ചായ വൈബ്രേഷൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ആ വൈബ്രേഷന് മാച്ചായ ആളുകൾ, സാഹചര്യങ്ങൾ, അവസരങ്ങളാണ് വരിക. അതിനെ നിങ്ങൾ ബെസ്റ്റായിട്ട് ചെയ്താൽ, അതായത് ആ വൈബ്രേഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് 10% കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് 100% കമ്മിറ്റ്മെൻറ്റ് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക. ധീരതയോടെ എറിഞ്ഞു കൊടുക്കുക, മതി. പിന്നെ ആ സാഹചര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ നല്ല വൈബ്രേഷനുള്ള ആളായി, സ്ട്രോങ് ആയി. യൂണിവേഴ്സ് സ്ട്രോങ് ആയോ? ഇല്ല. പക്ഷെ ആ സാഹചര്യം, ആ വൈബ്രേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മാറി. അപ്പോൾ പിന്നെ യൂണിവേഴ്സിന് വേറെ വഴിയില്ല. നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് നിങ്ങളുടെ വൈബ്രേഷൻ കൂടിയില്ലേ, അപ്പോൾ അതിന് മാച്ചായ സിറ്റുവേഷൻ കൊണ്ടിടും. അവിടെയും ബെസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ വൈബ്രേഷൻ കൂടി, ഇനി അവിടെ ഇരുത്താൻ പറ്റില്ല, അതിന് മേലെ കൊണ്ടുപോകും. ഇങ്ങനെയാണ് പടിയായി 1 2 3 4 എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫൈനൽ ഡിസയറിലേക്ക് എത്തുക. നിങ്ങൾ ആദ്യം ടോക്സിക് ആയിട്ട് തുടങ്ങും, അത് ഇമ്പ്രൂവായി ഡ്രാമയൊന്നും ആഗ്രഹിക്കാത്ത വളരെ പീസ്ഫുള്ളായ ഒരു മനുഷ്യനായി മാറും. നിങ്ങളുടെ മനസ്സും വികാരങ്ങളും കയ്യിൽ നിൽക്കും. നിങ്ങൾ ഈ ഭൂമിയുടെ ഭംഗി കാണും, പ്രകൃതിയുടെ ഭംഗി കാണും, ജീവിതത്തിൻ്റെ ലാളിത്യം മനസ്സിലാക്കും. വെല്ലുവിളികൾ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും, പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ഇമോഷൻസിനെ തീരുമാനിക്കേണ്ടത് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാൽ ഹെൽത്തി ആയ റിലേഷൻഷിപ്പ് അപ്പം വരും. കഴിഞ്ഞു, ഡിസയർ മാനിഫെസ്റ്റായി. അതേപോലെ ജോലി വരുമ്പോൾ എനിക്കത് കിട്ടിയില്ല എന്നല്ല, ഒരു ജോലി കിട്ടി. ഞാൻ 50,000 രൂപ ചോദിച്ചത്, പക്ഷെ എനിക്ക് 10,000 വരുന്നുള്ളൂ. പക്ഷെ 10,000 വരുന്നുണ്ടോ? ഒന്നുമില്ലാതെ ഇരുന്നവനാണ് ഞാൻ. എനിക്ക് 10,000 വരുന്നുണ്ടോ? യൂണിവേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തു, ഇത് ഞാൻ ബെസ്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ബെസ്റ്റായി ചെയ്യുക. 10 നിന്ന് 20 കൊണ്ടിടും. അവിടെ അടിപൊളിയായി ചെയ്യുക. 20 നിന്ന് 40 കൊണ്ടിടും. അവിടെ ഗംഭീരമായി ചെയ്യുക. 40 നിന്ന് 70 കൊണ്ടിടും. 50 അല്ല 70 കൊണ്ടിടും. ഇതാണ് യൂണിവേഴ്സിൻ്റെ രീതി. ഇതിൻ്റെ മറ്റൊരു സീക്രട്ട് അറിയോ? ഇത് അൺലിമിറ്റഡ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങൾ ഔട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ വൈബ്രേഷനെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സാഹചര്യം അത് ലോവർ വൈബ്രേഷൻ ആണെങ്കിൽ ഓർ ഹയർ വൈബ്രേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ അതിന് മുകളിൽ വളർന്നുകൊണ്ടേയിരിക്കുക, ജയിച്ചുകൊണ്ടേയിരിക്കുക. അതിനേക്കാളും വലിയ വൈബ്രേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. യൂണിവേഴ്സിന് വേറെ വഴിയില്ല. നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. ബിസിനസ്മാരെ നോക്കൂ. അവർ കൈയും കിട്ടി വെറുതെ ഇരിക്കുമോ? അവർക്ക് ആദ്യം വർഷത്തിൽ 2 ലക്ഷം പെർ മന്ത് വന്നു, വെറുതെ ഇരിക്കില്ല. അവരതിനെ നന്നായി പെർഫോം ചെയ്യും. അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈ 2 ലക്ഷം പോയിട്ട് 3 4 ആയിട്ടുണ്ടാവും. പിന്നെ അത് 8 ആവും, പിന്നെ 10 ആവും, പിന്നെ 20 ആവും, 30 ആവും, 40 ആവും, 50 ആവും, 1 കോടി. നിൽക്കില്ല. അവർ അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. അവർ പുതിയ സ്ട്രാറ്റജി നോക്കിക്കൊണ്ടേയിരിക്കും. അവരവരുടെ അറിവ് വളർത്തിക്കൊണ്ടേയിരിക്കും. നെറ്റ്വർക്കിംഗ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അവരുടെ ബുദ്ധി വളർന്നുകൊണ്ടേയിരിക്കും. യൂണിവേഴ്സിന് വേറെ വഴിയില്ല. അടുത്ത സ്റ്റെപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം അവരെ. അതുകൊണ്ടാണ് റിച്ചായ ആൾക്കാർ റിച്ചായിക്കൊണ്ടേയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത് ലോട്ടറി അടിച്ചാൽ റിച്ചായില്ലേ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ലോട്ടറി മാനിഫെസ്റ്റേഷൻ പണിയെടുക്കാൻ വയ്യ എന്ന് പറയും. അത് വിത്ത് ഭാഗ്യമായിട്ട് നാളെ അവിടെ ഒരു ചക്ക വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? നിങ്ങൾ കുഴിച്ചിട്ടതേ വരൂ. ആ വരുന്നതിനും സമയമുണ്ട്, സുപ്രഭാതത്തിൽ വരില്ല. എങ്ങനെയെങ്കിലും വരുത്താൻ നോക്കുന്നതാണ് ലോട്ടറി എങ്ങനെയാണല്ലോ വർക്കാവുക. ബട്ട് നിങ്ങൾക്കറിയാം, ലോട്ടറി അടിച്ച ഒരാളും ഇന്നേ വരെ വെൽത്ത് നേടിയിട്ടില്ല. ഇന്ന് ലോട്ടറി അടിച്ചു, അവൻ്റെ കയ്യിൽ ഒരു വർഷത്തേക്ക് നല്ല പൈസ ഉണ്ടാവും. അതൊക്കെ വിറ്റ് തീർന്ന പിന്നെ അവനാരായി? ലോട്ടറി അടിച്ച് നമ്മൾ ഒരുപാട് ന്യൂസ് കേട്ടിട്ടുണ്ട്. അതിൽ ആരെങ്കിലും കുറിച്ച് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അവരെന്നേക്കും ആ വെൽത്ത് പിടിച്ചു വെച്ചതേ കേട്ടിട്ടുണ്ടോ? യൂണിവേഴ്സിൻ്റെ നിയമമാണ്, ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ വൈബ്രേഷന് തുല്യമായത് മാത്രമേ കൈ നിൽക്കുള്ളൂ. നിങ്ങൾ എത്ര വേണമെങ്കിൽ ശ്രമിച്ചോളൂ.
എന്ത് ലോട്ടറി വേണമെങ്കിൽ അടുപ്പിക്കാൻ നിങ്ങൾ ആരുടെ കോച്ചിൻ്റെ കാലിൽ പോയി വീണോളൂ. അവർ റിച്ച് ആയിക്കൊണ്ടിരിക്കും, നിങ്ങൾ പോറായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ വൈബ്രേഷന് തുല്യം. നിങ്ങളുടെ വൈബ്രേഷൻ ഒരു മാസം നിങ്ങൾക്ക് 10,000 കിട്ടുന്നുണ്ടെങ്കിൽ 10,000 കിട്ടൂ. നാളെ നിങ്ങൾക്ക് 10 കോടി അടിച്ചു, കൈ നിൽക്കില്ല. സോ ദിസ് ഈസ് ലോ ഓഫ് പ്രോഗ്രസ് ബാർ. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് നൗ നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. നിങ്ങളൊരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കി, ആ മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ എന്തായാലും എന്തായാലും നിങ്ങൾ കുറച്ച് കാലമായിട്ട് അതിന് പിന്നാലെ നടക്കുന്നവരാണെങ്കിൽ എന്തായാലും അതിൻ്റെ സ്റ്റെപ്പിലെ 1-2 സ്റ്റെപ്പ് നിങ്ങൾ ഓൾറെഡി കടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലായിരിക്കും. മേ ബി ആ ലൈനിലുള്ള ആ സീരീസിലുള്ള ഈ ബാറ്ററി കട്ടകൾ 1 2 3 4 ഉണ്ടല്ലോ, അതുപോലെ ആ സീരീസ് നമ്പർ 1 നിങ്ങൾ നിൽക്കേണ്ടാവുക. ചിലപ്പോൾ ആദ്യത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കും, ടോക്സിക് ആയിരിക്കും. പഠിക്കുക, അത് കയ്യിൽ പോവും. അടുത്ത ആൾ വരും, അവരെക്കാളും ബെറ്റർ ആയിരിക്കും, പക്ഷെ പെർഫെക്റ്റ് ആയിരിക്കില്ല. പഠിക്കുക, അവർ പോവും, അടുത്തത് വരും. അതേപോലെ ഇപ്പോഴത്തെ ജോലിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അടിപൊളിயாக ചെയ്യുക. ആ ജോലി തെറിക്കും, വേറെ ജോലിക്ക് നിങ്ങൾ അതിനേക്കാളും ബെറ്ററായിട്ട് വരും. ഇത് എല്ലാ മാനിഫെസ്റ്റേഷനും സെയിം ആണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ എന്താണോ അതിന് ഗംഭീരമായി ചെയ്യുക, ഇറ്റ് വിൽ വർക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിരിക്കുന്ന വൈബ്രേഷനെ ജയിക്കുന്ന അതിനേക്കാളും മുകളിലുള്ള ഒരു വൈബ്രേഷനായിട്ട് മാറുക എന്ന്, അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം കേട്ടോ. കാരണം അത് കുറച്ചുകൂടി ബ്രോഡാണ്, നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് ഇന്നും ചെയ്യുന്ന പോലെ താഴെ ഒന്ന് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്ന് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ചില ഭാഗങ്ങൾ താഴെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്കിനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോ, ഏതെങ്കിലും ടോപ്പിക്ക് റിലേറ്റഡ് ഞാനിവിടെ സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ടോപ്പിക്കും കമൻറ്റിലിടുക. അറിയാലോ, നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം എന്നെ പരിചയമുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഒരു കാരണവശാലും ഓൾറെഡി ആൾക്കാർ പറഞ്ഞ് ഞാൻ പറയില്ല. നിങ്ങൾ ടോപ്പിക് ഇട്ടോളൂ, അതിന് എൻ്റെ വ്യൂ പോയിൻ്റ് എന്താണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണാം.